അതുമാർക്കൊന്ന് വഴി കൊടുക്കണേ. ചർച്ച് കോയർ ഇതിന്റെ മുന്നോട്ടിനി ഞാൻ പോയാലും ഇത് കട്ടാകത്തില്ല. നാല് പേർക്ക് പുതുജീവൻ നൽകിയ 10 മാസം പ്രായമുള്ള ആലൻ ഷെറിൻ എബ്രഹാമിന് കണ്ണീരോടെ വിട ചൊല്ലുകയാണ് നാട്. മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ പത്തനംതിട്ട മല്ലപ്പള്ളി നെടുമങ്ങാട് സെന്റ് തോമസ് CSI പള്ളിയിൽ നടക്കുകയാണ്. നൂറുകണക്കിന് പേരാണ് ആലനെ അവസാനമായ ഒരു നോക്ക് കാണാനായി വീട്ടിലേക്കും പള്ളിയിലേക്കും ഒക്കെ ഒഴുകിയെത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി ആന്റണി ജസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, ഇപ്പോൾ ആലിൻ വിട ചൊല്ലുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ വീട്ടിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? തീർച്ചയായും കഴിഞ്ഞ 3 രാപ്പകലുകളായി കേരളം കണ്ണീരോടെ അല്ലെങ്കിൽ ഒരു സമ്മിശ്രമായ വികാരത്തോടെയാണ് ഈ ആലിൻ ഷെറിൻ എബ്രഹാം എന്ന 10 മാസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞിനെ കണ്ടത് എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ അവയവദാന ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു അവയവദാതാവ്. ആ കുട്ടി മടങ്ങുന്നത് 5 കുഞ്ഞുങ്ങൾക്ക് ജീവൻ നൽകിക്കൊണ്ടാണ്, പുതുജീവനം നൽകിക്കൊണ്ടാണ്. ഏതായാലും കുഞ്ഞുമാലാഖയായ ആലിൻ ഷെറിൻ ഇപ്പോൾ മടങ്ങുകയാണ്. സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പള്ളിയിലെ ചടങ്ങുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. മാതാപിതാക്കളും ബന്ധുക്കളുമൊക്കെ പ്രിയപ്പെട്ട കുരുന്നിന് അന്ത്യചുംബനം നൽകിയതിനു ശേഷം ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം കൊണ്ടുപോവുകയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് മസ്തിഷ്ക മരണം ആലിൻ ഷെറിന് സ്ഥിരീകരിക്കുന്നത്. പക്ഷേ ആ സമയത്ത് തളർന്നു പോകാതെ ആലിൻ്റെ മാതാപിതാക്കൾ ശക്തമായൊരു തീരുമാനമെടുത്തു. ആ കുഞ്ഞിൻ്റെ 2 വൃക്കകളും അതുപോലെ തന്നെ കരളും ഹൃദയവാൽവും നേത്രപടലങ്ങളും മറ്റു കുഞ്ഞുങ്ങൾക്ക് അത് പുതുജീവിതത്തിലേക്കുള്ള വഴി തുറക്കുന്നതിന് ഉതകട്ടെ എന്ന്. അങ്ങനെ ആ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിച്ച ഒരു വലിയ തീരുമാനം, അതിനെ കേരളം ഒന്നാകെ നെഞ്ചേറ്റുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഔദ്യോഗിക ബഹുമതികളോടെ, സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ആലിൻ ഷെറിന് അന്ത്യയാത്ര ചൊല്ലുന്നത്. രാവിലെയാണ് മൃതദേഹം മല്ലപ്പള്ളിയിലെ വീട്ടിലേക്ക് എത്തിച്ചത്. എത്തിച്ചപ്പോൾ മുതൽ തന്നെ നിരവധി ആളുകൾ, ആയിരക്കണക്കിന് ആളുകളാണ് ആ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. തുടർന്ന് മന്ത്രിമാരടക്കം രാഷ്ട്രീയ നേതാക്കളടക്കം അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നെല്ലാം ഈ ആലിൻ ഷെറിൻ എന്ന കുഞ്ഞുമാലാഖയെ അവസാനമായ ഒരു നോക്ക് കാണാൻ, അവൾക്ക് യാത്രയയപ്പ് നൽകാൻ
ഒഴുകിയെത്തുന്ന കാഴ്ച കണ്ടു. പിന്നീട് 2:30 വീട്ടിൽ നിന്ന് മൃതദേഹം എടുത്തു. അവിടെ നിന്ന് 3 മണിയോടുകൂടിയാണ് നെടുങ്ങാടപ്പള്ളി CSI പള്ളിയിലേക്ക് എത്തിച്ചത്. അവിടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും മന്ത്രി വീണ ജോർജും ഒക്കെ എത്തിയിരുന്നു. അതിനു കൂടാതെ അവിടെയും 100 കണക്കിന് ആളുകൾ കാത്തു നിൽക്കുന്ന കാഴ്ച ഏതാണ്ട് 1 മണിക്കൂറോളം 3:30 സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് സമയം നീണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടത്. നിരവധി ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണ്. എല്ലാവർക്കും അന്ത്യാപചാരം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കിയിരുന്നു. അതിനുശേഷമാണ് മൃതദേഹത്തിൽ അത് പുറത്തേക്കെടുത്ത് പള്ളിയുടെ പുറത്ത് മുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് വെച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികൾ ആലിൻ ഷെറിൻ എന്ന കുഞ്ഞ് 10 മാസം പ്രായമുള്ള ആ കുഞ്ഞ് മാലാഖയ്ക്ക് നൽകിയത്. ഏതായാലും സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. കഴിഞ്ഞ 5-ാം തീയതിയാണ്, ഫെബ്രുവരി 5-ാം തീയതിയാണ് ആലിൻ ഷെറിനും മാതാപിതാക്കളും സഞ്ചരിച്ചിരുന്ന കാറ് അപകടത്തിൽപ്പെടുന്നതും ഗുരുതരമായി ആലിൻ ഷെറിന് പരിക്കേൽക്കുന്നതും പിന്നീട് അവിടെ നിന്ന് എറണാകുളത്തെ അമൃത ആശുപത്രിയിൽ കുഞ്ഞ് ചികിത്സയിലായിരുന്നു. മിനിഞ്ഞാന്ന് കുട്ടിയുടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ വൃക്കകളും അതുപോലെ തന്നെ കരളും ഹൃദയവാൽവും നേത്രപടലങ്ങളും ദാനം ചെയ്യാനുള്ളൊരു തീരുമാനത്തിലേക്ക് ആലിൻ്റെ മാതാപിതാക്കൾ എത്തുന്നതും. അങ്ങനെ 2 കരളും വൃക്കകളും തിരുവനന്തപുരത്തെ 2 കുട്ടികൾക്ക്, ഒരു കുട്ടി കിംസിലും അതുപോലെ തന്നെ ഒരു കുട്ടി ശ്രീചിത്ര ഹോമിലുമാണ് ശ്രീചിത്ര ആശുപത്രിയിലുമാണ് ചികിത്സയിലുണ്ടായിരുന്നത്. അങ്ങനെ അത് രണ്ടും നൽകിയ ശേഷമാണിപ്പോൾ സംസ്കാര ചടങ്ങുകൾ. അങ്ങനെ കേരളത്തിൻ്റെ അവയവദാന ചരിത്രത്തിന് ഒരു പുതിയൊരു വഴി തുറന്നുകൊണ്ട് ആണ് കുഞ്ഞ് ആലിൻ മടങ്ങുന്നത്. ഏതായാലും ആലിൻ്റെ ഓർമ്മകൾ എന്നും കേരളത്തിൻ്റെ മണ്ണിൽ നിലനിൽക്കും. അവൾക്ക് സംസ്ഥാനം ഒട്ടാകെ ഇപ്പോൾ വിട ചൊല്ലിയിരിക്കുകയാണ്. അതെ, അതുതന്നെയാണ് 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാമിനെ ഒരിക്കലും മറക്കുകയില്ല. കണ്ണീരോടെ തന്നെയാണ് ആലിൻ ഷെറിന് കേരളം വിട ചൊല്ലുന്നത്. മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെയാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങ് നടത്തുന്നത്. പത്തനംതിട്ട മല്ലപ്പള്ളി നെടുങ്ങടപ്പള്ളി സെൻറ് തോമസ് CSI പള്ളിയിലാണ് സംസ്കരിക്കുന്നത്. 100 കണക്കിന് പേരാണ് ആലിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വീട്ടിലേക്കും പള്ളിയിലേക്കും ഒക്കെ ഒഴുകിയെത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയും ആരോഗ്യമന്ത്രി വീണ ജോർജും അടക്കമുള്ളവരൊക്കെ അന്ത്യാഞ്ജലി അർപ്പിച്ചിട്ടുണ്ട്. രാവിലെയാണ് സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ച ഭൗതിക ശരീരം മല്ലപ്പള്ളിയിലെ വീട്ടിലെത്തിച്ചത്. അപ്പോഴും നിരവധി പേരാണ് വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചത്. വീട്ടിലെ പൊതുദർശനമൊക്കെ പൂർത്തിയാക്കി മൃതദേഹം എന്തായാലും നെടുങ്ങാടപ്പള്ളി CSI പള്ളിയിൽ എത്തിച്ചപ്പോഴും കുഞ്ഞിനെ കാണാൻ കാത്തിരുന്നത് നിരവധി ആളുകളാണ്. അരുൺ എബ്രഹാമിൻ്റെയും ഷെറിൻ ആൻഡ് ജോണിയുടെയും ഏക മകളായ ആലിൻ കഴിഞ്ഞ 5-നാണ് MC റോഡിൽ പള്ളത്തുണ്ടായ അപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റത്. കുടുംബം സഞ്ചരിച്ചിരുന്ന കാറിൽ മറ്റൊരു വാഹനമൊക്കെ ഇടിച്ചായിരുന്നു ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആലിൻ്റെ 2 വൃക്കകളും കരളും ഉൾപ്പെടെയുള്ള അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം തീരുമാനിക്കുകയായിരുന്നു. വൃക്കകളും ഹൃദയവും കരളും നേത്രപടലങ്ങൾ എന്നിവയ്ക്കാണ് കുഞ്ഞ് മാലാഖ ദാനം ചെയ്തിട്ട് മടങ്ങിയിരിക്കുന്നത്. വൃക്കകൾ ശ്രേയ എന്ന 10 വയസ്സുകാരിക്കും കരൾ 6 മാസം പ്രായമുള്ള ദ്രിയ എന്ന കുഞ്ഞിനുമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് കരൾ സ്വീകരിച്ചകൾ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ഈ ഒരു ദ്രിയ. എന്തായാലും 5 പേർക്ക് അവയവങ്ങൾ ദാനം ചെയ്തിട്ടാണ് കുഞ്ഞു മാലാഖ ഈ നാടിനോട് വിട പറഞ്ഞിരിക്കുന്നത്. ജീവനുമായിരിക്കുന്ന നിന്നിൽ ഈ കുഞ്ഞ് സ്വസ്ഥത അനുഭവിക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന പ്രകാരം ഈ ശവക്കുഴി കുഞ്ഞിന്റെ ശരീരത്തിന് ഒരു വിശ്രമസ്ഥലമായി തീരുവാൻ കൃപയറണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കണക്കായോ? ക്യാമറ കണക്റ്റായില്ലെങ്കിൽ ക്യാമറ നിങ്ങൾക്ക് നല്ല ക്യാമറ വരാം. Yeah.
നമുക്ക് പ്രാർത്ഥിക്കാം. മരിച്ചുപോയ നമ്മുടെ ഈ പ്രിയാത്മന്റെ ആത്മാവിനെ തന്റെ അടുക്കിലേക്ക് കൈക്കൊള്ളുവാൻ സർവശക്ത ദൈവത്തിൽ തന്റെ മഹാകരുണ കൊണ്ട് ഇഷ്ടം തോന്നിയിരിക്കാൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തിയുണ്ട്. നമ്മുടെ താഴ്ചയുടെ ശരീരത്തെ നമോത്തോടെ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹാ മൂലം നിത്യജീവനിലേക്ക് ഉയർത്തുന്നേൽക്കുന്ന നിശ്ചയവും ഉറപ്പുള്ള പ്രത്യാശയോടും കൂടെ നാം ഈ കുഞ്ഞിന്റെ ശരീരത്തെ മണ്ണിലും മണ്ണായി ചാരത്തിൽ ചാരമായി കുഴിക്ക് കുഴിയായി ഭൂമിക്കേൽപ്പിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടത് പറഞ്ഞത് എഴുതുകായി നമ്മൾ കർത്താവിൽ ധരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ വിശ്രമിക്കേണ്ടതാകുന്നു എന്ന് ആത്മാവ് പറയുന്നു. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റു പറയാം. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ജീവനും ഞാൻ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, നിന്റെ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായുടെ ജ്ഞാന ശരീരത്തിലേക്കുമായി സംസർഗത്തിലും കൂട്ടായ്മയിലും നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ. ധന്യമായും കൂടാതെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരിക്കലുള്ള പറഞ്ഞത് ആ കാരണത്തിൽ പ്രവേശിക്കുവാൻ ഞങ്ങൾ സകല സുഹൃതവും നടപ്പിൽ നിന്റെ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധന്മാരെ അനുഗ്രഹിക്കേണ്ടത് ഞങ്ങൾ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ നൽകണമേ. സകല മനുഷ്യരുടെയും പിതാവായ ദൈവമേ, സർവ്വലോകങ്ങളുടെയും ആവശ്യങ്ങളെ ഞങ്ങൾ നിങ്ങൾ ഭരമേൽപ്പിക്കുന്നു. വിദ്വേഷമില്ലാത്ത സ്നേഹവും ഭിന്നിച്ചിരിക്കുന്നിടത്ത് ക്ഷമയും ആശ്രയമില്ലാതിരിക്കുന്നിടത്ത് വിശ്വാസവും, ദുഃഖിക്കുന്നവർക്ക് പ്രത്യാശയും അന്ധകാരത്തിലിരിക്കുന്നവർക്ക് പ്രകാശവും നൽകണമെന്ന് ഞങ്ങളുടെ അവരുടെ പ്രകാരനും രക്ഷിതാവുമായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശു മിശിഹായുടെ സ്നേഹം നിങ്ങളെ അവങ്കിലേക്ക് ആകർഷിക്കുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശു മിശിഹായുടെ ശക്തി നിങ്ങളെ അവന്റെ ശുശ്രൂഷക്കായി ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശു മിശിഹായുടെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. Jaya
കർത്താവ് നിങ്ങളോട് ഇരിക്കട്ടെ. സമാധാനത്തോടെ കൂടുവിൻ. പ്രിയ പൈതലിന്റെ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടോടും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകാല ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ അഭിമന്യ തോമസ് സമർത്തിലിനോടും അഭിമന്യ ഉമ്മൻ ജോർജ് തിരുമേനിയോടും ബഹുമാന്യ വൈദികരോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാറ്, നമ്മുടെ MLA മാത്യു ടി തോമസ് സാറ്, നമ്മുടെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് അവർ, മറ്റ് ഗവൺമെന്റ് അധികാരികൾ, ഭവനത്തിലും ഈ ദേവാലയത്തിലെ ശുശ്രൂഷയിലും പങ്കെടുത്തതായ എല്ലാ പ്രിയപ്പെട്ടവരോടുള്ളതായ നന്ദി അറിയിക്കുന്നു. ആദ്യവസാനം പ്രിയ ഭവനത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന എല്ലാവരോടും നന്ദി അറിയിക്കട്ടെ. എല്ലാവർക്കും ശാന്തമായിട്ട് പിരിഞ്ഞു പോകും. തുടർന്നുള്ള ക്രമീകരണങ്ങൾ അവര് ചെയ്യുന്നതാണ്. ഈ ക്രമീകരണങ്ങളിൽ വളരെയധികം